മലയാളത്തിലെ ടോപ്പ് ചാനലുകളായ ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള ചാനലിൻ്റെ റേറ്റിംഗ് 76-ൽ താഴെയായിരിക്കുകയാണ്. ഇതെന്തായിരിക്കും സംഭവിക്കുന്നത്? കേരളത്തിലെ വാർത്താ ചാനലുകളെല്ലാം കഴിഞ്ഞ ഒരു 1-2 വാരങ്ങളായിട്ട്, ആഴ്ചകളായിട്ട് റേറ്റിങ്ങിൽ വളരെ പുറകിലാണ്. അത് ബാർക്ക് റേറ്റിങ്ങിൽ ഉൾപ്പെടെ ചാനലുകൾ പുറകിൽ നിൽക്കുകയാണ്. ഇപ്പോൾ പറഞ്ഞ ഏഷ്യാനെറ്റ് പോലും ഏതാണ്ട് 76 പോയിന്റിലേക്ക് എത്തി നിൽക്കുന്നു എന്നേ ഉള്ളൂ. കഴിഞ്ഞ റേറ്റിങ്ങിനേക്കാൾ അത് ഏതാണ്ട് 0.9% കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന് പല കാരണങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് കാരണങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം കൂടി പരിശോധിക്കണം. 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇപ്പോഴും ഏഷ്യാനെറ്റ് തന്നെയാണ്. ഏഷ്യാനെറ്റ് 1-ാം സ്ഥാനം വിട്ടുകൊടുത്തിട്ടില്ല. 2-ാം സ്ഥാനത്ത് റിപ്പോർട്ടർ ചാനൽ എത്തി. 3-ാം സ്ഥാനത്തേക്ക് ന്യൂസ് 24 ആണ്. അവർ തമ്മിലൊരു മത്സരമുണ്ട്. ന്യൂസ് 24 ആണ് മിക്കവാറും സമയങ്ങളിൽ 2-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് റിപ്പോർട്ടർ ചാനൽ 2-ാം സ്ഥാനത്തേക്ക് വരുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ നിരന്തരമായിട്ട് അങ്ങനെ തുടരാൻ സാധിക്കുന്നില്ല. അവർ തമ്മിൽ കടുത്ത മത്സരം നടക്കുന്നുണ്ട്. ആ മാതൃഭൂമി ഇപ്പോൾ 5-ാം സ്ഥാനത്തേക്ക് പോവുകയും 5-ാം സ്ഥാനത്ത് കിടന്ന മനോരമ 4-ലേക്ക് കയറുകയും ചെയ്തു. പക്ഷേ ഈ 4-ഉം 5-ഉം സ്ഥാനത്തുള്ള ഇവർക്ക് 2-ഉം 3-ഉം സ്ഥാനത്ത് നിൽക്കുന്നവരോട് പോലും കൂടുതൽ അടുത്ത് വന്ന് അവർക്കൊരു വെല്ലുവിളി ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. പിന്നെ 6-ാം സ്ഥാനത്ത് ജനം TV, തുടർന്ന് നമ്മുടെ ന്യൂസ് 18, പിന്നെ കൈരളി, പിന്നെയാണ് ഏറ്റവും അവസാനമാണ് മീഡിയ 1. ഇങ്ങനെയാണ് അത് പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് മനസ്സിലാകുന്നതനുസരിച്ച് ചാനൽ റേറ്റിംഗ് ഒരു വിധത്തിലും കൂടുന്നില്ല കഴിഞ്ഞ കുറേ നാളുകളായിട്ട്. അതിനൊരു പ്രധാന കാരണം പറയുന്നത് ഈ പ്രേക്ഷകർ വലിയ തോതിൽ ഡിജിറ്റൽ മീഡിയയിലേക്ക് മാറുന്നു. ഞാനിപ്പോൾ പറഞ്ഞത് ന്യൂസ് ചാനലുകളുടെ കാര്യമാണ്. ന്യൂസ് ചാനലുകൾ ഡിജിറ്റൽ മീഡിയയിലേക്ക് മാറുന്നു. അവർ ബ്രേക്കിംഗ് ന്യൂസ് അറിയാൻ പോലും ഈ ഓൺലൈനുകളെ കൂടുതലായിട്ട് ആശ്രയിക്കുന്നു എന്നാണ്. ഇപ്പോൾ നമുക്ക് ഈ പറയുന്ന കണക്ക് ബാർക്കിൻ്റെ ബ്രോഡ്കാസ്റ്റിംഗ് ഓഡിയൻസ് റിസർച്ച് കൗൺസിൽ അവരുടെയും ഈ പറഞ്ഞതുപോലെ റേറ്റിങ്ങും പോയിന്റും വന്നിട്ടുണ്ട്. അതിലും എല്ലാവരും പുറകിലാണ്. ഈ 75.2 ഏഷ്യാനെറ്റിൻ്റെത് പറയുന്നത്. ഇതിന് ഇന്നിപ്പോൾ ഈ പറയുന്നത് പോലെ ഇത്രയും കഴിഞ്ഞ ആഴ്ചയിൽ കുറയാനുണ്ടായ ഒരു പ്രധാന കാരണം ഈ ചാമ്പ്യൻസ് ട്രോഫി ആണ്. അപ്പോൾ ആൾക്കാർ വലിയ തോതിൽ സ്പോർട്സ് ചാനലുകളിലേക്ക് പോയെന്നും അവിടെ തന്നെ അവരത് കണ്ടിന്യൂ ചെയ്യും. പ്രത്യേകിച്ചും അവിടെ നടന്ന മത്സരങ്ങളുടെ എല്ലാം വിവരങ്ങൾ അറിയാമല്ലോ. അവിടെ വലിയ ആവേശം ഉണർത്തുന്ന മത്സരങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ചാമ്പ്യൻസ് ട്രോഫിക്ക് പ്രേക്ഷകർ കൂടുതലായിട്ട് കിട്ടുകയും കേരളത്തിൽ നിന്ന് മലയാളി പ്രേക്ഷകരെ കൂടുതലായിട്ട് കിട്ടി എന്നുള്ളതാണ് പൊതുവെ ഇവരുടെ വിലയിരുത്തൽ. ബാർക്കിൻ്റെ ആകട്ടെ അല്ലാതെയുള്ള ഈ ചാനൽ റേറ്റിങ്ങിനെ കുറിച്ച് വിലയിരുത്തൽ നടത്തുന്ന ഏജൻസികളൊക്കെ നൽകുന്ന വിവരം അതാണ്. രണ്ടാമത്തെ കാര്യം, ആ കാലയളവിൽ ഈ ചാമ്പ്യൻസ് ട്രോഫിക്ക് പ്രേക്ഷകർ കൂടിയിരുന്ന സമയത്ത് കേരളത്തിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും രാഷ്ട്രീയ സംഭവ വികാസങ്ങളോ ബ്രേക്കിംഗ് ന്യൂസുകളോ അല്ലെങ്കിൽ ദുരന്ത വാർത്തകളോ ഒന്നും ഉണ്ടാകുന്നില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ആൾക്കാർ ദുരന്തം പോലും ആ വാർത്ത പോലും വലിയ തോതിൽ കാണാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ താല്പര്യപ്പെടുന്നു എന്നൊക്കെയാണ് നമുക്ക് അതിനകത്തുനിന്ന് മനസ്സിലാകുന്നത്. അതെ, മലയാളികളുടെ മാനസികാവസ്ഥ അങ്ങനെയാണ്. എന്തായാലും വിവരങ്ങൾ അറിയണം ആൾക്കാർക്ക്, ശരിയാണ്. പക്ഷേ ഈ ചാനലുകൾ എന്താ പറയുക, വിവരങ്ങളും അതിനകത്ത് തന്നെയുള്ള വിവാദങ്ങളും ഒക്കെ കൊണ്ട് കൊഴുപ്പിച്ചാണത് ജനങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുന്നത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് കാണാനുള്ള ആകാംക്ഷ കൂടും. ഇനി അങ്ങനെ കേരളത്തിൽ ആ സമയത്ത് കൃത്യമായിട്ട് ഈ പറയുന്നത് പോലെ എന്തെങ്കിലും രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നില്ല, വേറെ ഇത്തരത്തിലുള്ള ബ്രേക്കിംഗ് ന്യൂസുകളൊന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ ആൾക്കാർ TV കാണുന്നത്, വാർത്താ ചാനലുകൾ കാണുന്നത് കണ്ടമാനം കുറച്ചു. ഇനി മൂന്നാമതൊരു കാരണം ഇവർ പറയുന്നത്, പൊതുവെ അത് നേരത്തെയും ഉള്ളൊരു വിഷയമാണ്, 40 വയസ്സിന് മുകളിലുള്ളവരാണ് TV കൂടുതലായിട്ടും കാണുന്നത്, വാർത്താ ചാനലുകൾ കാണുന്നത്, വാർത്താധിഷ്ഠിത പരിപാടികൾ കാണുന്നത്. 40 വയസ്സിന് താഴെയുള്ളവർ ജീവിക്കുന്നത് മൊബൈലിലാണ്. കാരണം അതിന് മറ്റൊരു കാരണവും കൂടെ ഉണ്ട് ചേട്ടാ. ഇപ്പം എല്ലാവർക്കും ജോലിയുണ്ട്, ആരും വീട്ടിലിരിക്കുന്നില്ല. ഒരു വ്യക്തി പണ്ടെന്ന് വെച്ചാൽ കുടുംബിനികളുണ്ട്, പിന്നെ അമ്മൂമ്മമാരുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ത്രീജനങ്ങൾ ഒരു പ്രേക്ഷകരുണ്ട്, പിന്നെ വൃദ്ധജനങ്ങളുണ്ട്. ഇപ്പോൾ എന്ന് പറയുന്നത് എല്ലാവർക്കും ജോലിയുണ്ട്. 60 വയസ്സ് കഴിഞ്ഞ് റിട്ടയർഡ് ആയവരും വെറുതെ വീട്ടിൽ ഇരിക്കുന്നില്ല, അവരുടെ സമയം വേസ്റ്റ് ആക്കുന്നില്ല. മലയാളി കുറച്ചുകൂടി പുരോഗമിച്ചു. അപ്പോൾ ഡിജിറ്റൽ മീഡിയ ആകുമ്പോൾ അവർക്ക് അക്സസിബിൾ ആണ്, എവിടെ ഇരുന്നും കാണാൻ. അതെ, കണ്ടാലും മതി, അവിടെ കിടക്കും. അത് മാത്രമല്ല, പല കട്ടിങ്സ് നമ്മൾ തന്നെ വാർത്തകൾ തന്നെ പല രീതിയിൽ പല യൂട്യൂബ് ചാനലുകളായാലും ഇത് ഇത്തരത്തിലുള്ള സ്വകാര്യ ചാനലുകൾക്കെല്ലാം. അപ്പൊ ഏത് ചാനലുകളാണെങ്കിലും അപ്പോഴപ്പോഴും
അവരുടെ ഒരു വിരൽത്തുമ്പിൽ അക്സസിബിൾ ആണ്. അതായിരിക്കാം ഒരു പക്ഷേ വീട്ടിലിരുന്ന് ഈ ഒരു വലിയ സ്ക്രീനിലിരുന്ന് കാണുന്ന ആ ഒരു കാഴ്ച കുറയുന്നത്. 40 വയസ്സിന് മുകളിലാണെന്ന് ചേട്ടൻ പറഞ്ഞു. യുവതലമുറ കുറച്ചുകൂടി ഡിജിറ്റലിലോട്ട് കടന്നു എന്നതായിരിക്കും ഇതിനൊരു തെളിവ് അല്ലേ? തീർച്ചയായിട്ടും ഈ പറയുന്നത് 40 വയസ്സിന് താഴെയുള്ളവർ വാർത്താ ചാനലുകളും വാർത്താധിഷ്ഠിത പരിപാടികളും കാണുന്നത് വളരെ കുറവാണ്. അതായത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു അരാഷ്ട്രീയവാദം അവരെ ബാധിച്ചിരിക്കുന്നു, അരാഷ്ട്രീയത അവരെ ബാധിച്ചിരിക്കുന്നു എന്നൊരു വിലയിരുത്തലുണ്ട് പൊതുവെ. എന്തായാലും അവർ ഈ ഇത്തരം വിവാദങ്ങളും ഈ രാഷ്ട്രീയ കോലാഹലങ്ങളിലൊന്നും അവർ വലിയ ശ്രദ്ധ കൊടുക്കുന്നില്ല. അതേസമയം അവർ ഈ പറയുന്നത് പോലെ കായിക മത്സരങ്ങൾ, അതുപോലെ തന്നെ സാങ്കേതിക വിദ്യ സംബന്ധിച്ച വിവരങ്ങൾ, അതുപോലെ എക്കണോമിക്സ് ആൻഡ് ഫിനാൻസ്, നമ്മുടെ സാമ്പത്തിക മേഖലയെ സംബന്ധിച്ച വാർത്തകൾ, ടെക്നോളജി, ഇപ്പോൾ AI ആകട്ടെ, അല്ലെങ്കിൽ ഡിഫൻസിൽ ഒരു പുതിയ എന്തെങ്കിലും ഒരു ടെക്നോളജി, ഇപ്പോൾ നമ്മളൊരു പുതിയ മിസൈല് വികസിപ്പിച്ചു ഇന്ത്യ, അല്ലെങ്കിൽ അമേരിക്ക, അല്ലെങ്കിൽ ചൈന, അല്ലെങ്കിൽ ഒരു പുതിയ എന്തെങ്കിലും ഒരു ആയുധം നമ്മൾ കണ്ടെത്തി, ഒരു പുതിയ മരുന്ന് കണ്ടെത്തി, ഒരു രോഗത്തിന്, ഇപ്പോൾ ക്യാൻസർ ചികിത്സയ്ക്ക് പുതിയ മരുന്നുകൾ വരുന്നു, ചികിത്സാ രീതികൾ മാറുന്നു. ഇത്തരം വാർത്തകൾക്ക് വലിയ തോതിൽ പ്രേക്ഷകരെ കിട്ടും. പ്രത്യേകിച്ചും ഈ ഡിജിറ്റൽ മീഡിയയിൽ തന്നെ ഈ 40 വയസ്സിന് താഴെയൊക്കെ ഉള്ളവർക്ക് വലിയ തോതിൽ അത്തരം കാര്യങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട്. അവർ ആകാംക്ഷയുണ്ട്, ജിജ്ഞാസുക്കളാണ്, അവർ അത് അന്വേഷിച്ച് പോകുകയാണ്. ഇന്നത്തെ തലമുറ വളരെ ഫാസ്റ്റാണ്. അവർക്ക് പെട്ടെന്ന് കണ്ടു തീർക്കണം, ഇരുന്ന് മെനക്കെട്ട് ക്ഷമയോടെ കാണാനോ വിശദീകരണം കേൾക്കാനോ ആ പഴയ ഒരു മോഡൽ ഇത് മാറിക്കഴിഞ്ഞു. ഒരുപാട് സമയം വേസ്റ്റ് ചെയ്യാൻ അവർക്കൊരു കണ്ടന്റ് അല്ലെങ്കിൽ ഒരു വാർത്ത ഇതറിയണം, അതിന്റെ ഈ കാര്യങ്ങളൊക്കെ അറിയണം. ഈ പറഞ്ഞതുപോലെ വല്ല എന്തെങ്കിലും അതിൽ നിന്ന് ഒരു പ്രക്ഷുബ്ധമായിട്ടുള്ള കാര്യങ്ങൾ വല്ലതും ആണെങ്കിൽ മാത്രം അവരത് കുറച്ചു നേരം ഇരുന്ന് കാണും എന്നല്ലാതെ അവർക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളത് റീലുകൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതൽ കാണുന്നത്. അതിലേക്ക് ഞാൻ വരുന്നു. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇത് ഒരു വിഷയമാണ്. പിന്നെ ഈ 40 വയസ്സിന് താഴെയുള്ള ആൾക്കാർ മൊബൈലിൽ കൂടുതലും കാണുന്നത് റീലുകളും ഈ ചെറിയ സിനിമയുടെ ആകട്ടെ, അല്ലെങ്കിൽ സീരിയലിൻ്റെ ആകട്ടെ, അല്ലെങ്കിൽ എന്തുമാകട്ടെ അവർ എൻ്റർടൈൻമെൻറ്റിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു. ഇൻഫോർമേറ്റീവും ആയിരിക്കണം. അപ്പോൾ ഒരു ഇൻഫോർടൈൻമെൻറ്റ് എന്ന് പറയുന്ന ഒരവസ്ഥയിലാണ് അവരിതിനെ കാണുന്നത്. അവിടെ ഈ പറഞ്ഞതുപോലെ റീലുകളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ കിട്ടുക. അതേസമയം ഒരേപോലെ ചിരിക്കാനും ചിന്തിപ്പിക്കാനും കഴിയുന്ന റീലുകളാണെങ്കിൽ അവർ കൂടുതൽ കാണുന്നു. ഇതൊരു വലിയ ചേഞ്ചാണ് നമ്മുടെ പ്രേക്ഷകരിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ടെലിവിഷൻ ചാനലുകൾ ഇത് മനസ്സിലാക്കി പല രീതിയിൽ എന്റർടൈൻമെന്റ് രീതിയിലൊക്കെ വരുന്നുണ്ട്. വാർത്താ ചാനലുകൾ എന്നതിൽ അപ്പുറം പഴയ ദൂരദർശൻ പോലുള്ളതിനേക്കാളും അപ്പുറം ഏഷ്യാനെറ്റ് ഇപ്പോഴും അവരുടെ ആ ഒരു രീതിയിൽ തന്നെ നിൽക്കുന്നെങ്കിലും മറ്റുള്ള ചാനലുകൾ കുറച്ച് എന്റർടൈൻമെന്റ് രീതിയിലൊക്കെ അവർ ശ്രമിക്കുന്നുണ്ട് പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ. പക്ഷെ എങ്ങും എത്തുന്നില്ല. അത് വേണ്ട വിധത്തിൽ വിജയിക്കുന്നില്ല. അതിനെക്കുറിച്ച് അവർ ആലോചിക്കട്ടെ, എന്തു മാറ്റം വരുത്താൻ സാധിക്കും, പ്രേക്ഷകരെ കൂടുതലായിട്ട് എങ്ങനെ പിടിച്ചെടുക്കാം, എങ്ങനെ അവരെ കൈകാര്യം ചെയ്യാം. അപ്പോൾ ഈ സമയമൊക്കെ ഒരു വിഷയമാണ്. കാരണം ഇപ്പോൾ ഒരു ബ്രേക്കിംഗ് ന്യൂസ് ഉണ്ടായാൽ ഈ പറയുന്നത് പോലെ ആ ബ്രേക്കിംഗ് ന്യൂസ് ആ സമയത്തെ ന്യൂസാണ്. അത് നമുക്ക് 10 മണിക്കൂർ കഴിഞ്ഞു കൊടുക്കാൻ പറ്റുന്നതല്ല. നമുക്കൊരു സ്റ്റോറിയൊക്കെ ആണെങ്കിൽ ശരി, 10 മണിക്കൂർ കഴിഞ്ഞു കൊടുക്കാം. ഒരു ഫീച്ചറാണ്, നമുക്കത് കുറച്ച് സമയം കഴിഞ്ഞു കൊടുക്കാം. മാത്രമല്ല ഏഷ്യാനെറ്റിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ഞാൻ ഇപ്പോഴും അവരെപ്പോഴും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുറച്ച് ഇത്തരത്തിലുള്ള സ്റ്റോറീസ് അതെ കുറച്ച് സ്റ്റോറീസ്, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സ്റ്റോറീസ്, ഡോക്യുമെന്ററി, ഇതൊക്കെ അവർ ഇപ്പോഴും കീപ്പ് ചെയ്ത് ഇതിന് നിരവധി പ്രേക്ഷകരാണ്. അത് ഡിജിറ്റലിലും ഉണ്ട്, സ്ക്രീനിലും ഉണ്ട്. അപ്പൊ ഇത്തരത്തിൽ ചാനലുകളെ പിടിച്ചിരുത്തത്തക്ക രീതിയിലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സ്റ്റോറികൾ, ഡോക്യുമെന്ററികൾ, നമുക്ക് അറിഞ്ഞുകൂടാത്ത പല കാര്യങ്ങൾ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്ത് ഒരു പക്ഷേ ചാനലുകൾക്ക് ഇങ്ങനെ പ്രേക്ഷകരെ പിടിച്ചു നിർത്താം. കാരണം യുവതലമുറയുടെ മനസ്സ്, പ്രത്യേകിച്ച് മലയാള യുവതലമുറയുടെ മനസ്സൊന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. നമ്മുടെ മലയാളി പ്രേക്ഷകർ, ചെറുപ്പക്കാർ വലിയ തോതിൽ ചാനലുകളെ ഒഴിവാക്കുകയാണ്, അല്ലെങ്കിൽ അവഗണിക്കുകയാണ്. അവർക്ക് പോകുന്ന പോക്കിൽ എങ്ങനെ ഒന്ന് നോക്കിയാൽ ആയി. ഇപ്പോൾ കൊച്ചു കുട്ടികളൊക്കെ ആണെങ്കിൽ നമുക്കറിയാം, അവർ കാർട്ടൂണിൻ്റെ ലോകത്താണ്. അവർക്ക് രസകരമായ അത്തരത്തിലുള്ള പരിപാടികൾ ആവിഷ്കരിച്ച് അവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ മലയാളത്തിലെ ഏതെങ്കിലും ചാനലുകൾ ശ്രമിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങനെയൊന്നും കാണുന്നില്ല. ചെറുപ്പക്കാരെ, ഈ പറയുന്നത് പോലെ ഒരു ടീനേജ് തൊട്ട് 40 വയസ്സ് വരെയുള്ള ആൾക്കാരെ കൃത്യമായിട്ട് അങ്ങനെ ഒരു വിഭാഗം പ്രേക്ഷകരെ പിടിച്ചെടുക്കാൻ മാത്രമുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ചാനലുകൾ മാറുന്നില്ല. അതേസമയം ഈ ഒരു കൂട്ടർ കൃത്യമായിട്ട് ഇപ്പോൾ ചാമ്പ്യൻസ് ട്രോഫി വന്നു. ഇന്ത്യ മത്സരിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യ പങ്കെടുക്കുന്ന ഒരു മത്സരമാണെങ്കിൽ അവർ വലിയ ആവേശത്തോടെ അത് കാണും. അത് ഫുട്ബോൾ ആണെങ്കിലും ക്രിക്കറ്റ് ആണെങ്കിലും കബഡി ആണെങ്കിലും ഗുസ്തി ആണെങ്കിലും ഒക്കെ നമുക്കറിയാവുന്നതാണ്. ഈവൻ ഷൂട്ടിങ്ങിൻ്റെ കാര്യത്തിൽ പോലും, അമ്പെയ്ത്തിലും ഷൂട്ടിങ്ങിലും പോലും ഇന്ത്യ ഒളിമ്പിക്സിൽ മെഡൽ നേടുന്നുണ്ടോ, നാഷണൽ ഗെയിംസിൽ മെഡൽ നേടുന്നുണ്ടോ, വലിയ ആകാംക്ഷയോടെയാണ്
ഈ പറയുന്ന നമ്മുടെ ചെറുപ്പക്കാർ അതിനെ സമീപിക്കുന്നത്. അപ്പോൾ അവരുടെ ടേസ്റ്റ്, അവരുടെ ആ താല്പര്യം മനസ്സിലാക്കി അത്തരത്തിൽ മുന്നേറാൻ നമ്മുടെ ചാനലുകൾ ശ്രമിക്കേണ്ടതാണ്. അതത്ര എളുപ്പമല്ല, പക്ഷേ ഡിജിറ്റൽ മേഖലയ്ക്ക് അത് എളുപ്പമാണ് താനും. അതൊരു വലിയ വെല്ലുവിളിയാണ്. സാധാരണ ചേട്ടൻ പറഞ്ഞതുപോലെ ചെറിയ മൈക്രോ സ്ക്രീൻ, മൊബൈൽ ഫോൺ പോലുള്ള മൈക്രോ സ്ക്രീനിൽ നിന്ന് മിനി സ്ക്രീനിലേക്ക് യുവതലമുറ ഇവിടെ സംഭവിച്ചിരിക്കുന്നതാണ്. മിനി സ്ക്രീനിൽ നിന്ന് മൈക്രോ സ്ക്രീനിലേക്ക് നമ്മുടെ ചെറുപ്പക്കാർ ധാരാളമായി മാറിയിരിക്കുന്നു. അതിനെ മറികടക്കാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിച്ചാൽ ചാനലുകൾക്ക് മുന്നോട്ട് അവർക്കൊരു മേന്മയുണ്ടാകും, അവർക്ക് മികവുണ്ടാകും, അവർക്ക് ഈ മത്സരാധിഷ്ഠിത ലോകത്ത് നിലനിൽക്കാൻ പറ്റും. ഇപ്പോഴും ഈ ആദ്യത്തെ ഒരു 1 മുതൽ 5 വരെയുള്ള സ്ഥാനത്ത് തുടരുന്ന ചാനലുകൾക്ക് അത് വലിയ വെല്ലുവിളിയാണ് എന്നെനിക്ക് തോന്നുന്നില്ല. അവരുടെ ഇത് മുന്നോട്ട് പോകും കുറേ കാലം കൂടി. പക്ഷേ ഈ ഏറ്റവും പുറകിൽ കിടക്കുന്ന ചാനലുകൾ എന്തുകൊണ്ടാണ്, എവിടെയാണ്, എങ്ങനെയാണ് തങ്ങൾക്ക് പരാജയം സംഭവിച്ചിരിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അവർ വൈകാതെ തന്നെ ഈ ഒരു മേഖലയിൽ നിന്ന്, ഈ പറയുന്ന മിനി സ്ക്രീനിൻ്റെ ലോകത്തുനിന്ന് അവർ നിഷ്കാസനം ചെയ്യപ്പെടും, അവർ ബഹിഷ്കരിക്കപ്പെടും, അവർക്ക് ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. അതും കൂടി ഈ ഡിജിറ്റൽ മേഖലയ്ക്ക്, ആ പ്രേക്ഷകരും കൂടെ ഡിജിറ്റൽ മേഖലയിലേക്കായിരിക്കും വരിക. ഡിജിറ്റൽ മേഖല ഏത് സമയത്തും ആർക്കും എപ്പോഴും അക്സസിബിളാണ്. എപ്പോൾ വേണമെങ്കിലും അവിടെ ചെല്ലാം, അവർക്ക് ആവശ്യമുള്ളത് കാണാം, ആവശ്യമില്ലാത്തത് ഒഴിവാക്കാം. കൃത്യമായി ഇൻഫർമേഷൻസ്, വിവരങ്ങൾ അതിൽ നിന്ന് കിട്ടും. എൻ്റർടൈൻമെൻറ്റ്, ഈ പറയുന്നത് പോലെ മനോരഞ്ജകമായ പരിപാടികളും അതിനകത്ത് ധാരാളം ഇപ്പോൾ വരുന്നുണ്ട്. ഈ റീൽസിൻ്റെ ഒരു ലോകമാണ് അതിനകത്ത് നിലനിൽക്കുന്നത്. ഒക്കെ അവരെ ഉദ്ദേശിച്ച് തന്നെയാണ്, ഈ പറയുന്ന ചെറുപ്പക്കാരെ ഉദ്ദേശിച്ച് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത് പിടിച്ചെടുക്കുക അത്ര എളുപ്പമല്ല ചാനലുകൾക്ക്. ചാനലുകൾ അതിനനുസരിച്ച് നയം മാറ്റിയാൽ അവർക്ക് നല്ലത്.